നിങ്ങളുടെ ബോഡി മുഴുവൻ എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള എനർജി കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുവാണ്. നിങ്ങൾ എക്സ്റ്റാറ്റിക് ആണ്. മോസ്റ്റ് ആൾക്കാർ രാവിലെ ഓഫീസിൽ ചെല്ലുന്നു, പെട്ടെന്ന് ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് സാറേ അങ്ങനെ പ്രശ്നം, മാഡം ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, അവരങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ട് അവിടെ അവിടെ ഒരു പൈസ കൊടുക്കണം, അവിടെ കസ്റ്റമർക്ക് ഈ പ്രശ്നം വരും. തുടക്കത്തിൽ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്, മോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നത്. ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടി എങ്ങനെ പ്രൊഡക്റ്റീവ് ആകണം, ഒരുപാട് പ്രൊഡക്ടിവിറ്റി മെത്തഡോളജീസ് ഓവർ ദി ഇയേഴ്സ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളുടേതായിട്ടുള്ള ചില പ്രൊഡക്ടിവിറ്റി മെത്തഡോളജീസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 20 വർഷം കൊണ്ട് ഞാൻ പഠിച്ച പ്രൊഡക്ടിവിറ്റി മെത്തഡോളജീസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുവാണ്. ഇത് എവിടുന്നേലും കേട്ട കാര്യങ്ങളല്ല, എൻ്റെ ലൈഫിൽ, എൻ്റെ ബിസിനസ്സിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഈ കാര്യങ്ങൾ മതി ബേസിക്കലി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടിയെടുക്കാനായിട്ട്, നിങ്ങളുടെ ബിസിനസ്സിന് മണി കൂട്ടിയെടുക്കാനായിട്ട്, ക്യാഷ് ഫ്ലോ കൂട്ടാനായിട്ട്, നിങ്ങളുടെ റവന്യൂ കൂട്ടാനായിട്ട്, സെയിൽസ് കൂട്ടാനായിട്ട്, നിങ്ങളുടെ ലോങ് ടൈം ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സക്സസ്ഫുൾ ആക്കിയെടുക്കാനായിട്ട്, നിങ്ങളുടെ ടീമിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട്, എല്ലാം പ്രൊഡക്ടിവിറ്റി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് എല്ലാം ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പം ഞാൻ ബേസിക്കലി പ്രൊഡക്ടിവിറ്റി പിരമിഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈമാണ് ഒരു ഇൻകം ഉണ്ടാകാത്ത ആക്ടിവിറ്റീസിലേക്ക് ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര മാത്രം ടൈമാണ് നിങ്ങൾ ഒരു ഇൻകം ഉണ്ടാക്കാത്ത ആക്ടിവിറ്റിയിലേക്ക് പോയത്? നോക്കി, എത്ര ശതമാനമാണ്? ഒരു പൈസ ഉണ്ടാക്കിയില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഒരാളുടെ സംസാരിച്ചു വേറൊരാളുടെ സംസാരിച്ചു. എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈമാണ്? ടിപ്പിക്കലി ഞാനത് ചോദിക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറയുന്ന നമ്പേഴ്സ് 30% മുതൽ സംടൈംസ് 90% വരെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു പൈസയും ഉണ്ടാക്കാതെ നിങ്ങൾ ബിസിനസ്സുകാരനാണ്, ഓക്കെ, പക്ഷേ നിങ്ങളുടെ 30 തൊട്ട് 90% സമയം പോകുന്നത് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് ഒരു പർപ്പസാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? അപ്പം അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കോൺവെർസേഷൻ? ഈ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ലോ ഇൻകം ആക്ടിവിറ്റിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഇറ്റേണലി ഡ്രീമിൽ ലിവ് ചെയ്യാം. ഇറ്റേണൽ ഡ്രീമിൽ ലിവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കാണുന്നു നാളത്തെ സ്വപ്നം, നാളെ ഞാൻ കാണുന്നു നാളെ കഴിഞ്ഞത്തെ സ്വപ്നം, നാളെ കഴിഞ്ഞ് ഞാൻ കാണുന്നു അടുത്ത വർഷത്തെ സ്വപ്നം, 10 വർഷം കഴിഞ്ഞത്തെ സ്വപ്നം. സ്വപ്നത്തിൽ നിന്ന് പുറത്തേ ആടുന്നില്ല, ജീവിതത്തിലേക്ക് എത്തുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം ഈ കാര്യം നിങ്ങൾ മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്തേക്കുന്നത്? നിങ്ങൾ അറിയാവോ എന്തുകൊണ്ടാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നതെന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. എനർജിയോ? യാ, എക്സാക്ട്ലി. ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എനർജിയാണ്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലാത്തത് എന്താണ്? ടൈമാണ്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എനർജിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നിങ്ങൾ ഇന്ന് രാവിലെ ഓഫീസിൽ ചെന്നു, 10 മണിക്ക് ചെന്നു, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ആൻസർ പറയാൻ പറയട്ടെ അതിന് മുമ്പായിട്ട്. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വേറൊരു ചോദ്യം പിന്നെ ചോദിക്കുകയാണ്, എങ്ങനെ ഉത്തരം പറയും, അല്ലേ? ഇതാണ് ചോദ്യം. നിങ്ങളുടെ ബോഡി മുഴുവൻ എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള എനർജി കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുവാണ്. നിങ്ങൾ എക്സ്റ്റാറ്റിക് ആണ്, എക്സ്റ്റസിയിലാണ് ഇരിക്കുന്നത്. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന കാര്യമല്ല പറയുന്നത്. എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? മറ്റൊരു ചോദ്യം ചോദിക്കാം. കുറേ ചോദ്യമായല്ലോ, ഉത്തരം ഞാൻ പറയണ്ടേ? ഉത്തരം പറയിപ്പിക്കാം. ഒരു 2 വയസ്സുള്ള കുട്ടീനെ അടങ്ങിയിരുത്താൻ പറ്റുമോ? 2 വയസ്സുള്ള കുട്ടീനോട് നമ്മൾ എന്താണ് പറയുന്നത്? അതെ പപ്പ, ഇപ്പൊ കളിക്കാൻ പോവാം, പാർക്കിൽ പോവാം. മോനെ, ഞാൻ ഓഫീസിൽ പോയി മടുത്തു. അല്ല, നമുക്ക് 2ാം നില താഴോട്ട് ചാടാം. അയ്യോ മോനെ, ഞാൻ ഇന്നലെ ചാടിയേറ്റ ക്ഷീണം മാറിയിട്ടേ ഉള്ളൂ.
ക്ലിയർ ആണോ? 2 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചോളം എനർജി ഫ്ലോ ചെയ്യുവാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫ്ലോ ചെയ്യുവാണ്. രാത്രി 11 മണിയായാലും പറന്ന് നിൽക്കുകയാണ് അവർ. അപ്പോൾ നമുക്ക് കളിക്കാൻ പോവാം, കളിക്കാൻ പോയേക്കാം, ബോൾ ഇട്ടേക്കാം, അങ്ങോട്ട് ചെയ്താൽ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയാണ് കുട്ടികളിരിക്കുന്നത് അല്ലേ? കാരണം അവർക്ക് എനർജി ഫ്ലോ ചെയ്യാണ്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞൊരു ഐഡിയ അറിയത്തില്ല. നിങ്ങളാണ് അവരെ പഠിപ്പിച്ചെടുത്ത് പോസ്റ്റ്പോൺ ചെയ്യാന്ന്. ഇപ്പൊ കളിക്കാന്നേ, ഇന്ന് രാത്രി 12 മണി, അതിനെന്നാ കുഴപ്പം, നമുക്ക് കളിക്കാമല്ലോ, സ്റ്റിൽ കളിക്കാമല്ലോ. ഇതാണ് കുട്ടികളുടെ എനർജി. ഇവിടെ നിന്ന് നമ്മുടെ എനർജി ഡ്രോപ്പായി എഴുന്നേറ്റ് നിൽക്കാൻ എനർജി ഇല്ല. അപ്പോഴാണ് നമ്മൾ ബിസിനസ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വലിയ വളർച്ചയിരിക്കുന്നത് നിങ്ങളുടെ വലിയ എനർജീനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വാല്യൂ ആക്കി മാറ്റി, ആ വാല്യൂവിന് പകരമായിട്ട് മറ്റൊരു എനർജി തിരിച്ച് കളക്ട് ചെയ്താണ് നിങ്ങളുടെ ബിസിനസ് വലുതാകുന്നത്. ഒരു പ്രാവശ്യത്തോടെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജീനെ, വലിയ എനർജീനെ നിങ്ങൾ ഫിസിക്കൽ എനർജി, മെൻ്റൽ എനർജി, ഇമോഷണൽ എനർജി, സ്പിരിച്വൽ എനർജി, ഈ എനർജികളെ കൺവേർട്ട് ചെയ്ത് അതുപയോഗിച്ച് നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ വാല്യൂ കൊടുത്തു. നിങ്ങളൊരു വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, അത് ഇൻവെൻഷനിലൂടെ വാല്യൂ കൊടുക്കാം, മാർക്കറ്റിങ്ങിലൂടെ വാല്യൂ കൊടുക്കാം, സെയിൽസിലൂടെ വാല്യൂ കൊടുക്കാം, നിങ്ങളുടെ പ്രൊഡക്റ്റിലൂടെ വാല്യൂ കൊടുക്കാം. നിങ്ങളുടേതായിട്ടുള്ള കമ്പനിയിലൂടെ, പ്രൊഡക്റ്റ് ഓർ സർവീസിലൂടെ നിങ്ങൾ വാല്യൂ കൊടുക്കുകയാണ്. ആ വാല്യൂ കൊടുക്കുമ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാല്യുബിൾ ആയിട്ടൊരു കമ്പനിയായി, നിങ്ങൾ വാല്യുബിൾ ആയിട്ടൊരു പേഴ്സണായി. ആ വാല്യൂവിന് അവർ തിരിച്ചു തരുന്ന സമ്മാനമാണ് മണി. അതും ഒരു എനർജിയാണ്. അപ്പം എനർജി ട്രാൻസാക്ഷനാണ് ബിസിനസ്. ഇപ്പം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ടൈം മാനേജ് ചെയ്യുന്നതിന് പകരം എനർജീനെ മാനേജ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ എനർജി നിങ്ങൾക്ക് ഹൈ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ്ലി പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. എനർജി മാനേജ് ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ടൂളുകളെ കുറിച്ച് ഞാൻ ഒരു ഫ്യൂ സെക്കൻഡ് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ വളരെ കാതലായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം മണി നൗ എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഡിഫൈൻ ചെയ്യാം. മണി നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 to 90 ഡേയ്സിൽ നിങ്ങൾക്ക് മണി ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് മണി നൗ. ഓക്കെ, 30 to 90 ഡേയ്സിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്? കുറേ എക്സാമ്പിൾസ്: സെയിൽസ് ആകാം, അല്ലേ, ലീഡ് ജനറേഷൻ ആകാം, ലീഡ് കൺവേർഷൻ ആകാം, സെയിൽസ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ സെയിൽസ് കൂട്ടുന്നതാകാം, പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇറങ്ങാം. മണി ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം 90 ദിവസം മുതൽ 10 വർഷം വരെ നിങ്ങളുടെ ഉള്ള പീരീഡിൽ നിങ്ങളുടെ മണി കൂട്ടുന്ന കാര്യത്തിനാണ് മണി ലേറ്റർ എന്ന് പറയുന്നത്. ഈ 2 ഡെഫിനേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മെറ്റഫർ ഇതാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ആപ്പിൾ മരമാണ്. ആപ്പിൾ മരം, ഞാനിതൊരു ആപ്പിൾ ആക്ച്വലി പറിക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇവിടെ നോർത്തേൺ അമേരിക്കയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആപ്പിൾ ഇങ്ങനെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. വേറെ പറമ്പുകളിൽ നമുക്ക് പോയി ബക്കറ്റുകൾ പോയി എടുത്തുകൊണ്ട് പോകാം. ആപ്പിൾ മരം രസമാണ് കാണാൻ, അല്ലേ? ഇത് തേക്ക് മരം. ഓക്കെ, ആപ്പിൾ മരം എന്താണ്? മണി നൗ ആണ്. അതായത് ആപ്പിളും ഉണ്ടായി, കഴിഞ്ഞു, പോയി. പക്ഷെ സെക്സി ഏതാണ്? അട്രാക്റ്റീവ് ഏതാണ്? കൊള്ളാലോ. തേക്ക് മരം എന്ന് പറഞ്ഞാൽ മണി ലേറ്റർ ആണ്. ഓക്കെ, 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം മണി ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പറഞ്ഞ 10 വർഷമോ അതിന് മുകളിലുമാണ് മണി ഉണ്ടാകുന്നത്. ലേറ്റർ ആണ്. ക്ലിയർ ആണോ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സിൽ നിങ്ങൾ ഇതിൽ മാത്രം വർക്ക് ചെയ്താൽ പോരാ, തേക്കിൽ മാത്രം വർക്ക് ചെയ്താൽ പോരാ, ആപ്പിളിലും വർക്ക് ചെയ്യണം. കാരണം നിങ്ങൾ തേക്ക് വെച്ചു, ഈ പറഞ്ഞ തേക്ക് 20 വർഷം കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴത്തേനും നിങ്ങൾക്ക് പൈസ ഇല്ലാതെ വരരുത്. ക്ലിയർ ആണോ? അതുകൊണ്ട് മണി നൗവിൽ വർക്ക് ചെയ്യണം, ആപ്പിളിൽ വർക്ക് ചെയ്യണം, അതുകൂടാതെ തേക്കിൽ വർക്ക് ചെയ്യണം, മണി ലേറ്ററിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് ആപ്പിള്, എന്താണ് തേക്ക് ബിസിനസ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിലേക്കൊന്ന് നമുക്ക് ഇറങ്ങാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫസ്റ്റ് 90 മിനിറ്റ്സ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റെപ്പ് എന്നാണ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് 90 മിനിറ്റ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 90 മിനിറ്റ് മണി നൗ ഉണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 90 മിനിറ്റ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും മോസ്റ്റ് ആൾക്കാരുടെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മോസ്റ്റ് ആൾക്കാരും രാവിലെ ഓഫീസിൽ ചെല്ലുന്നു, പെട്ടെന്ന് ഒരു സ്റ്റാഫ് വിളിച്ചിട്ട്, സാറേ അങ്ങനെ പ്രശ്നം, മാഡം ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, അവരങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്, അവിടെ ഒരു പൈസ കൊടുക്കണം, അവിടെ കസ്റ്റമർ ഈ പ്രശ്നം വരും. തുടക്കത്തിൽ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്, മോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ടൈം കൊടുക്കണം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒയുമായിട്ട് രാവിലെ 90 മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കട്ടെ.
അപ്പം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ആയിട്ട് 90 മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതെ, ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യുക. യാ അതുകൊണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്കിന്ന് ആ 90 മിനിറ്റ്സ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് അറ്റൻഷൻ കൊടുത്ത് ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളും തമ്മിലുള്ള മീറ്റിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളാണ് മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ, നിങ്ങളാണ് നിങ്ങളുടെ കമ്പനിയുടെ സിഇഒ. നാളെ നിങ്ങൾ വലിയൊരു കമ്പനിയായി മാറണമെന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സിഇഒ ആയി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങൾ മണി നൗല് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ പറയാം എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അങ്ങനെ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം മോസ്റ്റ് ആൾക്കാർക്കും ഇനഫ് ആയിട്ടുള്ള മണി അവരുടെ ബിസിനസ്സിലില്ല. അവർക്ക് വേണ്ട അത്ര, അവർ ഡിസർവ് ചെയ്യുന്ന അത്ര മണി അവരുടെ ബിസിനസ്സിലില്ല. അതുകൊണ്ട് മണി നൗലായിരിക്കണം നിങ്ങളുടെ വർക്ക് ചെയ്യുന്നത്. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചോളം ഫസ്റ്റ് 90 മിനിറ്റ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് 90 മിനിറ്റ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് നിങ്ങളെ സംബന്ധിച്ചോളം മണി നൗല് നിങ്ങൾ വർക്ക് ചെയ്തു 90 മിനിറ്റ്സ്. സെക്കൻഡ് 90 മിനിറ്റ്സ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് മണി ലേറ്ററിലാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 90 ഡേയ്സ്. അപ്പം എന്താണ് ഞാൻ ചെയ്യുന്നത്? ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു തരാന്നേ. ഓക്കെ, 90 ഡേയ്സിനും 10 വർഷം അതിന് മുകളിലുള്ള ടൈമിലേക്ക് ഉള്ള മണി ഉണ്ടാകുന്ന സാധനമാണ് തേക്കാണ്. നമ്മുടെ എക്സാമ്പിൾ മണി നൗ ആപ്പിളാണ്. ഓക്കെ, മണി ലേറ്റർ തേക്കാണ്. ഓക്കെ, അപ്പം ഈ തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻവെൻഷൻസ് ആകാം. അത് എന്താണെന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഇൻവെൻഷൻസ് ആകാം, നിങ്ങൾ പുതിയൊരു ഡിവിഷൻ തുടങ്ങുന്നതാകാം, പുതിയൊരു കമ്പനി തുടങ്ങുന്നതാകാം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യുന്നതാകാം. എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചുള്ള സെക്കൻഡ് 90 മിനിറ്റ്സ് മണി ലേറ്ററിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം മണി നൗവിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കുറച്ച് ഷെയർ ചെയ്യാം. മണി നൗ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ക്ലോസിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യൽ, മാർക്കറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യൽ, ഇതെല്ലാം ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാകുന്ന ഒരാളെ പറഞ്ഞു വിടുന്നത് ഇതെല്ലാം മണി നൗ ആണ്. കാരണം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു ശമ്പളം കൊടുക്കണ്ട. അപ്പോൾ മണി നൗ ആണ്. എഫിഷ്യൻ്റ് അല്ലാത്ത ഒരാളെ, അതായത് നിങ്ങളുടെ പെർഫോമൻസും തരുന്നില്ല, നിങ്ങളുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, ഡീപ്ലയേഴ്സ് എന്നാണ് ഞാൻ അവരെ വിളിക്കുന്നത്, അവരെ പറഞ്ഞു വിടുന്നതാകാം. അപ്പോൾ ഇതെല്ലാം മണി നൗ ആണ്. ഓക്കെ, ഫസ്റ്റ് 90 മിനിറ്റ്സിൽ. ഓക്കെ, നിങ്ങൾ ആലോചിക്കാം 90 ഡേയ്സിനുള്ളിൽ പൈസ വരുന്ന കാര്യങ്ങൾ മണി നൗ ആണ്. മണി ലേറ്റർ എന്താണ്? ഇൻവെൻഷൻസിൽ വർക്ക് ചെയ്യാം. എന്ത് ഇൻവെൻഷൻസ് ആണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഇൻവെൻറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുതിയ ഡിവിഷൻ തുടങ്ങുക, പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലേ? പെട്ടെന്ന് പൈസ കൊണ്ടുവന്ന് ഒരു എക്സെപ്ഷണൽ ആയിട്ട് പുതിയ ടാലന്റിനെ ഹയർ ചെയ്യാൻ AI ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണി ലേറ്ററാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി തുടങ്ങുക എന്നുള്ളതല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു യൂസറായി മാറുക എന്നുള്ളതാണ്. ഓക്കെ, ChatGPT പോയി കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡീപ് സീക്കിൽ പോയി കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതല്ല യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഗുഡ് ടു, അത് യൂസ് ആണ്. പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ മാൻ പവർ എഫിഷ്യൻ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അതാണ് യൂസിങ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതാണ് മണി നൗ, മണി ലേറ്റർ. അപ്പോൾ മറ്റു രീതി കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഈ പോർഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഫേസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ 5 പുതിയ ഐഡിയകൾ, എസ്പെഷ്യലി മണി ലേറ്ററിൽ 5 പുതിയ ഐഡിയകൾ ട്രൈ ചെയ്യുമ്പോൾ ഒരെണ്ണമാണ് വിൻ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ ചിലപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വിൻ ചെയ്യും. ഇപ്പം നിങ്ങൾ മണി നൗ വേണോ, ആപ്പിൾ എന്ന് പറഞ്ഞ രീതിയിൽ ആപ്പിൾ കച്ചവടം മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പിൽക്കാലത്തേക്ക് മണിയൊന്നും ഉണ്ടാകണമെന്നില്ല എന്ന് നിങ്ങൾ ആപ്പിൾ കച്ചവടക്കാരനായിട്ട് ഒരു മൂർഖാങ്കടയായിട്ടിരിക്കും. ആ സമയം നിങ്ങൾ ആപ്പിൾ കച്ചവടം ചെയ്ത് ക്യാഷ് സ്ട്രോങ് ആക്കി അതിൽ നിന്നുള്ള പൈസ എടുത്ത് നിങ്ങൾ തേക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, മണി ലേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, പുതിയ ഇൻവെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, പുതിയ AI ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, AI ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ ആ ബാലൻസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വളർച്ച ഉണ്ടാകും. അപ്പം അപ്പോഴാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ 5 ഐഡിയകൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു ഐഡിയയാണ് ചിലപ്പോൾ വിൻ ചെയ്യുന്നത്, ചിലപ്പോൾ ഒന്ന് കൂടുതൽ വിൻ ചെയ്തേക്കാം, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി ഒരെണ്ണം വിൻ ചെയ്യും, 5 ഒരെണ്ണം വിൻ ചെയ്യും, ആ ഒരെണ്ണം വലുതായിട്ട് വിൻ ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല, ഞാൻ ആപ്പിൾ കച്ചവടത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്ന് പറയരുത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ വീണ്ടും പുതിയ ഐഡിയകൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിഫൈൻ യുവർ ഫ്ലോ ടൈംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള വെള്ളം ഒഴുകുന്ന പോലെ, വെള്ളത്തിനെ സംബന്ധിച്ചുള്ള ഫൈറ്റ് ഇല്ല. വെള്ളം ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോവും, മരത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോവും, മണ്ണിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോവും, മണ്ണിനെ നനച്ച് ഒഴുകിപ്പോവും. ഫൈറ്റ് ഇല്ലാത്ത ഒരു
ഒരു എലമെൻ്റ് ആണ് വാട്ടർ, അല്ലേ? അപ്പോൾ അതുപോലെ വെള്ളം ഒഴുകുന്ന പോലെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്ന ടൈമാണ്, പ്രൊഡക്ടിവിറ്റി ഫ്ലോ ചെയ്യുന്ന ടൈമാണ് ആദ്യത്തെ 90 മിനിറ്റ്. അതാണ് നമ്മൾ മണി നൗവിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ 90 മിനിറ്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മണി ലേറ്ററിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ സിഗ്നിഫിക്കൻ്റ്ലി പ്രൊഡക്റ്റീവായി. ഇനി അടുത്ത ലെവലിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് മണി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു സെൻറ്റൻസ് ആഡ് ചെയ്തോട്ടെ. നിങ്ങളുടെ ബോഡിയിൽ എനർജി ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള എനർജിയാണ്. അപ്പം നിങ്ങളുടെ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് പവർ മൂവ് എന്ന് പറഞ്ഞേക്കുന്ന. ബേസിക്കലി എന്തെങ്കിലും മൂവുകൾ, മേജറായിട്ടുള്ള മൂവുകൾ, സഡൻ ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റുകൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബോഡി എനർജൈസ്ഡ് ആകും. മെഡിറ്റേഷൻ നിങ്ങളുടെ ബോഡീനെ എനർജൈസ് ചെയ്യും. അപ്പോൾ അതുവഴി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അടുത്ത പോർഷനിലേക്ക് കയറുവാണ്, പ്രൊഡക്ടിവിറ്റിയിലെ ഫോളോ അപ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയൊരു വാക്കാണ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ ആക്ഷൻസ് ആക്കി മാറ്റി ടൈം ബോക്സ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ എന്താണെന്ന് ഒരു സെക്കൻഡ് പറയാം. പക്ഷെ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇരിക്കുന്നത് നിങ്ങൾ എത്ര എഫക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു, അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഞാൻ മെറ്റഫറിക്കലി ഞാനത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻ അല്ലെ ഫോളോ അപ്പ് മാനേജ് ചെയ്യുന്നോ അതുപോലെയാണ് നിങ്ങളുടെ കമ്പനി റൺ ചെയ്യുന്നത്. നിങ്ങൾ എഫക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ലേ, നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ഡേ എഫക്റ്റീവായിട്ട് ഡിസ്ട്രാക്ഷനും ഫോളോ അപ്പ് മാനേജ് ചെയ്തില്ലേ, നിങ്ങളുടെ എൻറ്റയർ ഡേ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങളൊരു കാര്യം ഡെലിഗേറ്റ് ചെയ്താൽ നിങ്ങളുടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ പലപ്പോഴും ഒരാളെ ഏൽപ്പിച്ചു, ബൈ. അങ്ങനെയല്ല. മോസ്റ്റ് മനുഷ്യരും എക്സ്ട്രാ ഓർഡിനറി കമ്മിറ്റഡ് അല്ല. മോസ്റ്റ് മനുഷ്യരും, മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മോസ്റ്റ് മനുഷ്യരും ഒരുപാട് കമ്മിറ്റഡ് അല്ല. എന്ന് വെച്ചാൽ എല്ലാവരും കമ്മിറ്റഡ് അല്ലെന്നല്ല, കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. അത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ജോലിയാണ് അവരെ കമ്മിറ്റഡ് ആയിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പം പല ആൾക്കാരും ഗിവൺ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഇനഫായിട്ടുള്ള ഒരു പുള്ളില്ലെങ്കിൽ മോസ്റ്റ് ആൾക്കാരും അവർ എഫേർട്ടൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പം നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് ആണ്. നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ജോബാണ് അവരെ ഫോളോ അപ്പ് ചെയ്യുക. എവിടെ വരെ? കംപ്ലീഷൻ വരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ്. ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് ആണ് നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒരു ബിസിനസ് ഓണർ എന്ന രീതിയിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്താണ്? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഡിസ്ട്രാക്ഷൻ എന്താണ്? തിങ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അർജൻറ്റ് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചാൽ കറണ്ട് ബില്ല് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ആകും എപ്പം? കറണ്ട് കട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്. നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ജോലി ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ റാൻഡം ആയിട്ടുള്ള ചില കാര്യങ്ങൾ, കമ്പനിയുടെ കംപ്ലയൻസിൻ്റെ ഒരു പേപ്പർ വർക്ക് നിങ്ങൾ സൈൻ ചെയ്യണം, ചിലപ്പോൾ GST ഫയൽ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ പോകണമായിരിക്കും. ആ സിഗ്നേച്ചർ ചെയ്യാൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ഞാൻ വേറെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉഗാണ്ടയുമായിട്ടുള്ള എങ്ങനെ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST സമ്മതിക്കണമെന്നില്ല. ക്ലിയർ ആണോ? ഇലക്ട്രിസിറ്റി ബോർഡ് സമ്മതിക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കേണ്ട ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ തിങ്സ് ദാറ്റ് ക്യാൻ ബി ഡൺ അണ്ടർ 10 minutes. മോസ്റ്റ് ഓഫ് ഈ കാര്യങ്ങൾ 10 മിനിറ്റ് താഴെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ ഹേറ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ചെയ്തേ ഒക്കുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻസ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഫോളോ അപ്സ് മാനേജ് ചെയ്യുന്നത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു ഡിസ്ട്രാക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തോട്ട് ഒരാൾ വന്നു, അവരൊരു കാര്യമായിട്ട് പറഞ്ഞു ചെയ്യാം, അപ്പോൾ അത് ചെയ്തു, അങ്ങനെ പോവുകയാണ്. ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിലാണ് പല ബിസിനസ്സുകാരും, ഇൻക്ലൂഡിങ് ഞാൻ, കുറച്ച് കാലം മുമ്പ് വരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാഫ് വന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഓക്കെ ശരി പോയേക്കാം, നമ്മൾ അവരുടെ കൂടെ അങ്ങ് യാത്ര ചെയ്ത് പോവാണ്, ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ്. ക്ലിയർ ആണോ? ഇത് നമ്മൾ ചെയ്യരുത്. ഇതിന് നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈം വെക്കും. അത് ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. പക്ഷെ അതിന് ആദ്യം ഒരു ലിസ്റ്റ് വേണം. ഒരു സിറ്റുവേഷൻ ഉണ്ട്, കുറേ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്.
രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് ലിസ്റ്റ് ആണ്. ഇതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ടൂള്. ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ടൂളാണ്, പീപ്പിളിനെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് ലിസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിലെ വളർച്ച ട്രൂലി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂലി വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കരുത് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റാൾക്കാർ ചെയ്യണം. മജോറിറ്റി ഓഫ് കാര്യങ്ങൾ മറ്റാൾക്കാർ ചെയ്താലേ നിങ്ങളുടെ ബിസിനസ് വളരുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ 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 കളിച്ച് കളിച്ച് പോവുകയുള്ളൂ. അപ്പം നിങ്ങൾ ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി എന്താണ്? അവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി പറ്റുവാണെങ്കിൽ ഒരു കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരാളെ ഹയർ ചെയ്തിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്ന ലെവലിലേക്ക് മാറാം. ഒരുപക്ഷെ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അതായത് നിങ്ങളെ സംബന്ധിച്ചുള്ള ഫോളോ അപ്പിന് വേണ്ടി തന്നെ പറ്റുവാണ് ഒരു പേഴ്സണെ ഹയർ ചെയ്യണം. മാനേജർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്, അല്ലേ? ഫോളോ അപ്പ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങളുടെ മാനേജേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഫോളോ അപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾക്ക് കുറേ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ മാനേജേഴ്സിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പ് ലിസ്റ്റ് നമുക്കുണ്ടാകണം. ഓക്കെ, അപ്പോൾ അത്രേ. അത് കഴിഞ്ഞിട്ട് 1 hour a day ഡിസ്ട്രാക്ഷൻ ആൻഡ് ഫോളോ അപ്പിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. 1 മണിക്കൂർ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ആൻഡ് ഫോളോ അപ്പിന് മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് 1 മണിക്കൂറില്ല, ഒട്ടും സമയമില്ല ഫോളോ അപ്പിനും ഡിസ്ട്രാക്ഷനും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വെക്കണം. അതിൻ്റെ കാരണം വെച്ചാൽ ഐ ക്യാൻ പ്രോമിസ് യു ദിസ്. വളരെ ചുരുക്കം കാര്യങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്ഷനിൽ 1, 2, 3, 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡിസ്ട്രാക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഷ്രിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൈക്ക് വേദനെടുത്തു. എക്സാമ്പിൾ എന്തോ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, ഇതിനെ ഷ്രിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഈ 4 മണിക്കൂറിനെ പിടിച്ച് 1 മണിക്കൂർ ആക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, മിഡിൽ ഫിംഗർ അല്ല കേട്ടോ, മറ്റേ ഫിംഗർ ആണ്. ഓക്കെ, അപ്പോൾ ആക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ജോലി. നമ്മൾ 4 മണിക്കൂറിനെ പിടിച്ച് 1 മണിക്കൂർ ആക്കി, 4 മണിക്കൂറിനെ പിടിച്ച് 1 മണിക്കൂർ ആക്കിയെടുക്കുവാണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്ന ഡിസ്ട്രാക്ഷനിലൂടെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ ഒക്കുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല പോസിബിളി ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ടൈം ഡിസ്ട്രാക്ഷന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ലഞ്ച് കഴിഞ്ഞുള്ള ടൈമിലാണ് നിങ്ങൾ ചിക്കനോ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ച ഇറച്ചിയോ മീനോ അല്ലെ റൈസോ ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ എനർജി കുറച്ച് തന്നിട്ട് പിന്നെ ഇങ്ങനെ ടയർഡായി നമ്മൾ ഇങ്ങനെ എനർജി താഴെ പോകാൻ പോവാണ്. ആ സമയത്താണ് നമ്മൾ ഓടി വന്നിട്ട് നമ്മൾ വേറെ ആൾക്കാർ അതെന്താ ചെയ്തത് ഇതെന്താ ചെയ്തത്. ഒരുപാട് എനർജി നിങ്ങൾക്ക് വേണ്ട. ഒരുപാട് എനർജി ഇല്ലാതെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ചെയ്യാൻ പറ്റും. കാരണം അത് ഭയങ്കര ഹൈ എനർജി വേണ്ട കാര്യങ്ങളല്ല, ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ് വേണ്ട കാര്യമല്ല, ഇൻ്റലക്ച്വൽ പവർ വേണ്ട കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചാൽ ഡിസ്ട്രാക്ഷന് പറ്റിയ സമയം ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് 1 മണി, ലഞ്ച് എത്ര മണിക്ക് കഴിയുന്നോ അത് കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോൾ തന്നെ ഒരു ഹാഫ് ആൻ അവർ ഇത് ചെയ്യും. ആ സമയത്ത് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുവാണ്. അതെന്താ ജോസഫ് ആ കാര്യം? മുസ്തഫ അതെന്തായി? മുസ്തഫ മറ്റേ പ്രൊജക്ടിൻ്റെ കാര്യം എന്തായി? രുക്മിണി അത് ചെയ്തായിരുന്നോ? ഇങ്ങനെ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളിപ്പോൾ എവിടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കോൺവെർസേഷനിൽ നിൽക്കുമ്പോൾ തന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ഷനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഒരു 4-5 കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 4-5 കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് പോയി നാളെ ചെയ്യുക. അപ്പോൾ ഇതാണ് മെറ്റഫർ. അതായത് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു സാധനം ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു പക്ഷിക്കൂടെ ഉണ്ടാക്കിയിട്ട് മുട്ട വെച്ച് കൊടുത്ത പോലെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. റിയാലിറ്റിയിൽ ഡെലിഗേറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ അടിയിൽ ഒരു കമ്പ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ, വേറെ നമ്മൾ വെച്ചിട്ടില്ല, അല്ലേ? ഒരു കമ്പ് മാത്രം, 2 കമ്പ് വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഓർക്ക് മുട്ട താഴെ പോരുത്. എന്തുകൊണ്ടാണ് നമ്മുടെ ടീം എഫിഷ്യൻ്റ് ആകാത്തതെന്ന് നമ്മൾ വിചാരിക്കുവാണ്. റിയാലിറ്റിയിൽ നിങ്ങൾ 2 കമ്പ് വെച്ചിട്ട് മുട്ടയിടാൻ നോക്കിക്കഴിഞ്ഞാൽ മുട്ട താഴോട്ടേ പോവുള്ളൂ. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളെ ഡിസ്ട്രാക്ഷനും ഫസ്റ്റ് ഓഫ് ഓൾ സമ്മറൈസ് ചെയ്യണം. രണ്ടാമത് നിങ്ങളെ സംബന്ധിച്ചോളം ഫോളോ അപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചു, നാളെയാണ് അവരുടെ ആൻസർ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നാളത്തെ ലിസ്റ്റിലേക്ക് പോകണം. പല ടൂളുകളും യൂസ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചാൽ ട്രെല്ലോ എന്ന് പറഞ്ഞൊരു ടൂളാണ് ഞാൻ കുറേ കാലം യൂസ് ചെയ്തിരുന്നത്. trello.com, trello.com. ഈ പറഞ്ഞ ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്യാം. കലണ്ടറിൽ ഒരേ സമയത്തിന് 1 o'clock തന്നെ പല അപ്പോയിൻമെൻറ്റുകളാക്കി നിങ്ങൾക്ക് ചെയ്യാം. അതെൻ്റെ ഒരു മാനേജർ ഞാൻ പഠിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ, അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് അലേർട്ട് വരും.
പുള്ളി ഓരോന്നോരോന്ന് ഹാൻഡിൽ ചെയ്യും. ഔട്ട്ലുക്കിലാണെങ്കിൽ ഔട്ട്ലുക്കിലോ ഗൂഗിൾ കലണ്ടറിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ടൂൾ എന്ന് പറഞ്ഞാൽ അസാന എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ASANA.com. പിന്നെ Monday.com എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് Monday.com പെയ്ഡ് ആണെന്ന് തോന്നുന്നു, പക്ഷേ അവർക്ക് ഫ്രീ വേർഷൻസ് ഉണ്ടാവും. അത് യൂസ് ചെയ്ത് ഇതിലേത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ 2 ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് ഡിസ്ട്രാക്ഷൻ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, 2 ഫോളോ അപ്പ് ലിസ്റ്റ് യൂസ് ചെയ്യണം. ഞാൻ ടൂളിൻ്റെ എക്സാമ്പിൾസ് ഞാനിവിടെ പറയുകയും ചെയ്തു. അപ്പം നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പോയി നിങ്ങൾ എക്സൈറ്റഡ് ആയി, കൊള്ളാലോ നല്ല ഐഡിയ ആണല്ലോ, വീട്ടിൽ പോയി നിങ്ങൾക്ക് നോളജ് ഒരു ഭാരമായി മാറും. അറിവ് നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ തല ഓൾറെഡി താന്നി തുടങ്ങിയിട്ടുണ്ടാവും. നാട്ടിൽ പറയുന്നത് അറിവ് വരുമ്പോഴത്തേന് തല ഇങ്ങനെ എളിമകൊണ്ട് ചെരിഞ്ഞു പോകുന്നു. അത് എളിമകൊണ്ട് ചെരിഞ്ഞു പോയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അറിവ് കൊണ്ട് ഇങ്ങനെ തളർന്നു പോകരുത്. തളർന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ബിസിനസ്സിൽ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മണി നൗ മണി ലേറ്റർ ഫ്ലോ ടൈം എപ്പോഴാണെന്ന് ദയവ് ഇത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതിരുന്ന് നഷ്ടപ്പെട്ടു പോയേക്കുന്ന പ്രോജക്റ്റുകൾ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്നായി, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നായി, പിന്നെ അവിടുന്ന് വിടാതെ ആ ലിസ്റ്റ് ഉണ്ടാക്കി പുറകെ നടന്ന് ആ ഫോളോ അപ്പ് തീരുന്നവരെ ട്രാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് ഷ്രിങ്ക് ചെയ്യുക, 1 മണിക്കൂറിലേക്ക് ഷ്രിങ്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ റിന്യൂവലിന് പ്രൊപ്പോർഷണലാണ്. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കോൺവെർസേഷനിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഈവൻ മോർ സിഗ്നിഫിക്കൻ്റ്ലി കൂട്ടാൻ പറ്റും നിങ്ങളെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാതിരുന്നത്. അത് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ക്ലൂ ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെവൽ ടു വിച്ച് യു ആർ റിന്യൂവിങ്. നിങ്ങൾ എത്രമാത്രം റിന്യൂ ചെയ്യുന്നു, ആ റിന്യൂ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി സിഗ്നിഫിക്കൻ്റ്ലി കൂടും. ഈ പറഞ്ഞ കാര്യങ്ങൾ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ഇംപ്ലിമെൻ്റ് എന്ന് ചാറ്റ് ഇടുക. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഇംപ്ലിമെൻറ്റ്. ഇങ്ങനെയൊന്നും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കേട്ട് ക്യൂരിയസ് ആയിട്ട് എല്ലാം മനസ്സിലാക്കി വെക്കുക, അതിന് പിൽക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക. എന്നാണെങ്കിൽ ഉപയോഗിക്കില്ല എന്ന് ചാറ്റിലിട്ടേക്കുക. രണ്ടാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാം. ഐ വിൽ സീ യു നെക്സ്റ്റ് ടൈം.